7 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഭയങ്കര എക്സൈറ്റഡ്. ആള് പിഴവല്ല, ആള് മനഃപൂർവ്വം ചെയ്തില്ല. അയാൾക്ക് ക്യാഷ് മാത്രം മതിയായിരുന്നു. ഈ എന്താണ് ഞങ്ങൾക്കൊക്കെ ആകെയുള്ള സാധനമാണ് കൊടുത്തിട്ടുള്ളത് രണ്ടുപേർക്കും. അപ്പോൾ എന്താണ് ഗസ് ചെയ്യാൻ പറ്റുമോ? നമ്മുടെ രാജാതിരാജൻ വച്ചാലേ നമ്മൾ നിങ്ങൾക്ക് വേറെ സർപ്രൈസ് കൂടി കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി സർപ്രൈസ് ആക്കിയതാണ്. എന്നിട്ട് മിജുവിനെ കൊണ്ട് ചെയ്യിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഒന്നുകൂടി സർപ്രൈസ് ആക്കുവാനെ പറ്റിച്ചതാണ്. എന്താ ചെയ്യാൻ? ഹലോ ഗൈസ്, അപ്പം നമ്മളെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് അനുവിൻ്റെ ഈച്ചിൻ്റെ ഒക്കെ അവർ പുതിയ വീട് ഉണ്ടാക്കുന്ന സമയത്ത് അവർ ഒരു വീട്ടിലോട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മളുള്ളത്. അപ്പോൾ എല്ലാവർക്കും അറിയുണ്ടാവും ഈ വീട്. അപ്പോൾ ഞാൻ ഈ വീട്ടിൻ്റെ അവിടെ നിന്ന് ആദ്യമായിട്ടാണ് വ്ളോഗ് ചെയ്യുന്നത്. സോ നമ്മളവിടെ നിന്നുള്ളത് സൽമാൻ, ഈച്ചു കാണിക്കട്ടെ, ഈച്ചുണ്ട്, പിന്നെ ഞാനുണ്ട്. അപ്പോൾ എല്ലാവരും ചോദിച്ചിരുന്നു ജപ്പാനിൽ പോയിട്ട് രണ്ടാമത്തെ വ്ളോഗ് എവിടെയാണ്. അപ്പോൾ ഞാൻ ആക്ച്വലി എന്താ വെച്ചാൽ ജപ്പാനിൽ പോയപ്പോൾ ഒറ്റയ്ക്കാണ് വ്ളോഗ് എടുക്കുന്നത്. അതുകൊണ്ട് കുറേ ബുദ്ധിമുട്ടിയിട്ടാണ് വ്ളോഗ് എടുത്തത് ഞാൻ ഫസ്റ്റ് വ്ളോഗിൽ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ആ കാരണത്താൽ എനിക്കൊരു സെക്കൻഡ് വ്ളോഗ് എടുക്കാൻ കുറേ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാൽ പോലും ഞാൻ കുറച്ച് എടുത്ത് വെച്ചിരുന്നു. പക്ഷെ അത് വ്ളോഗ് പോസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഏതെങ്കിലും വ്ളോഗിൽ ഇടയിൽ ഞാനത് പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ആൾക്കാർ പറഞ്ഞ് രാവിലെ എണീച്ചോണ്ടാണ്. അപ്പോൾ ഇന്ന് രാവിലെ എണീക്കാൻ വേറൊരു കാരണം കൂടി ഉണ്ട്, അത് ഞാൻ പറയാം. അപ്പോൾ ഞാൻ എവിടെ പറഞ്ഞിട്ടാ ഇല്ല, അതിൻ്റെ മുമ്പ് ജപ്പാൻ എവിടെയെങ്കിലും വരുന്നതാണ്. അപ്പോൾ വളരെ എൻജോയ്മെൻറ്റും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ആൾക്കാർ പറഞ്ഞാൽ എന്താ വെച്ചാൽ സ്ഥലങ്ങളെങ്കിലും നല്ല വൃത്തിക്ക് അടിപൊളിയായി കാണാൻ പറ്റുന്നുണ്ടാവും. അതുകൊണ്ട് അവർക്ക് നല്ല രീതിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതെന്തായാലും പോസ്റ്റ് ചെയ്യും എവിടെയെങ്കിലും. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ വ്ളോഗ് അതിനു മുമ്പ് എന്തോ പറയാൻ വന്നിരുന്നല്ലേ, മറന്നു. അതിന് മുമ്പ് എന്തായിരുന്നു ഇന്ന് പോണ എന്താന്ന് പിന്നെ പറയാന്ന്. അതല്ല, ദിസ് ഈസ് ഈച്ചൂസ് ന്യൂ എൻഡവർ. ഈച്ചു പുതിയെടുത്ത വണ്ടിയാണ്. അപ്പോൾ കൺഗ്രാജുലേഷൻസ് ഈച്ചു. അതെല്ലാവരും പറഞ്ഞു കഴിഞ്ഞാൽ പോലും ഞാൻ വന്നിട്ട് ഈ ഒരു ചെറുപ്രായത്തിൽ ഈ ഒരു മത്സരം അച്ചീവ് ചെയ്ത ഈച്ചു ആണ് ഇന്നത്തെ ഹീറോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇതുവരെ ഞാൻ അടുത്ത വ്ളോഗിൽ എല്ലാത്തിലും വളരെ സ്പെഷ്യൽ വ്ളോഗായിരിക്കും. കാരണം ഈ വ്ളോഗ് ഈസ് വെരി സ്പെഷ്യൽ ടു മൈ ഹാർട്ട് തന്നെയല്ലേ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ സാധാരണ എല്ലാവരും സർപ്രൈസ് കൊടുക്കാറ് കാറ്, ബൈക്ക്, ഓരോ സാധനങ്ങളൊക്കെയാണ്. പക്ഷെ ഇന്ന് ഞാൻ സർപ്രൈസ് കൊടുക്കാൻ പോകുന്നത് ഒരു വ്യക്തിയാണ്, അതായത് എൻ്റെ മാമനെയാണ്, വീട്ടുകാർക്ക് എല്ലാവർക്കും. കാരണം ഒരു 7 വർഷമായിട്ട് മാമൻ ദുബായിൽ പെട്ടിരിക്കുകയാണ്. അതായത് നാട്ടിലേക്ക് വരാൻ പറ്റാണ്ട്. സ്വന്തം ഉപ്പ മരിച്ചിട്ട് പോലും മാമക്ക് നാട്ടിലേക്ക് വരാൻ പറ്റിയിട്ടില്ല, കൂടാൻ പറ്റിയിട്ടില്ല. കാരണം അത്രയും പെട്ടിട്ടാണ് മാമ ദുബായിലിരിക്കുന്നത്. അപ്പോൾ മാമ അതിന് മുന്നിൽ വലിയൊരു കഥ ഉണ്ട്, മാമനോട് തന്നെ നമുക്ക് ചോദിക്കാം. പക്ഷേ കുറേ കാലമായിട്ട് കഷ്ടപ്പെട്ട് എങ്ങനെയും അത് നാട്ടിലേക്ക് വരുന്നത് റെഡി ആവാണ്ട് ഇങ്ങനെ 7 വർഷത്തോളം അവിടെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ 2 വർഷത്തിന് ഇടയ്ക്ക് നമ്മൾ കലഫുവിനൊക്കെ മീറ്റ് ചെയ്തല്ലോ. അപ്പോൾ കലഫ് വഴിയാണ് ലാസ്റ്റ് കലഫ് ഇടപെട്ടിട്ടാണ് ശരിയാക്കിയത്. അപ്പോൾ എനിക്ക് കലഫുവിൻ്റെ അടുത്ത് ചോദിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അനുവിൻ്റെ അടുത്ത് ആദ്യം ചോദിച്ചായിരുന്നു. അനു വഴിയാണല്ലോ ഞാൻ കലഫുവിനെ കമ്പനി ചെയ്തത്. അപ്പോൾ അനുവിൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു കലഫുവിൻ്റെ അടുത്ത് മാമൻ്റെ ഇങ്ങനത്തെ കാര്യം സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ ചോദിച്ചത്. അപ്പോൾ അനു പറഞ്ഞു കലഫിനൊക്കെ ആണെങ്കിൽ സംസാരിച്ചോ. അപ്പോൾ അനു തന്നെ പറഞ്ഞത് നോ പ്രോബ്ലം, സംസാരിച്ച് നോക്ക്, കലഫ് എന്താ പറഞ്ഞ നോക്ക്. ഞാൻ ഭയങ്കര ടെൻഷനായിട്ടാണ് കലഫിൻ്റെ അടുത്ത് പോയി പറയുന്നത്. പക്ഷേ കലഫ് 2 കൈ കൊടുക്കാൻ നമ്മൾ സ്വീകരിക്കൂലേ, ആ രീതിക്കാണ് കലഫ് എല്ലാം റെഡിയാക്കി തന്നത്. കലഫാണ് മാമൻ്റെ ഈ ഒരു ലാസ്റ്റ് സെഗ്മെൻറ്റിൽ എല്ലാം റെഡിയാക്കിയിട്ട് നാട്ടിലേക്ക് വരാനുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്ത്. അങ്ങനെ ഫൈനലി മാമൻ ഈസ് കമ്മിങ് ഹോം. സോ ഇന്ന് നമ്മളെല്ലാവരും കൂടിയിട്ട് മാമനെ പിക്ക് ചെയ്യാൻ പോകണം. അപ്പോൾ ഇന്നലെ നമ്മൾ 2-3 ദിവസം മുമ്പ് ജപ്പാൻ വന്നിട്ട് നേരെ നമ്മളൊരു റിസോർട്ട് പോയി, കണ്ണൂരിലെ ഒരു റിസോർട്ട്. ഭയങ്കര എന്തായാലും പറയുന്നത് സൽമാനെ, സീസ്കേപ്പ് ഫുൾ ഇൻഫിനിറ്റി പൂൾ വ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സൺസെറ്റും കിട്ടി, എല്ലാവരും ഹാപ്പിയായി. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ മാമൻ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, നമ്മൾ സംസാരിക്കേണ്ട എല്ലാം ഉണ്ട്. പക്ഷേ മാമൻ ടിക്കറ്റ് അയച്ചാൽ മാത്രം ശ്രദ്ധിച്ചില്ല. ഞാൻ എന്താണ് ഇപ്പോൾ ഇങ്ങനെ കറങ്ങിയെടുക്കാൻ പറ്റിയ വാട്സപ്പ് എടുക്കൽ ഭയങ്കര കുറവാണ്. അപ്പോൾ പിന്നെ ഫോൺ എടുത്തൊക്കെ ചെയ്യല്, പിന്നെ ആകെ ഫോൺ എടുക്കാൻ മിനിമിറ്റ് കളിക്കാനാണ്. അപ്പോൾ മാമനാണെങ്കിൽ ടിക്കറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് അറിയണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഇന്നലെ തിരിച്ചു വരുന്ന സമയത്ത് മാമൻ ദുബായിൽ നിന്ന് വിളിക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താ പെട്ടെന്ന് വിളിക്കണമെന്ന്. അപ്പോൾ മാമൻ പറഞ്ഞു
പിന്നെ കോൾ കട്ടിയത്. അപ്പോൾ ഞാൻ വാട്സപ്പിൽ മെസ്സേജ് എടുത്ത് നോക്കിയിട്ട് റിപ്ലൈ കേൾക്കാൻ നോക്കി, എന്തിനാണ് വിളിച്ചതെന്ന് നമ്മൾ ടൈപ്പ് ചെയ്യില്ലേ. ആ ടൈപ്പ് ചെയ്യുമ്പോഴാണ് ഞാൻ ടിക്കറ്റ് കണ്ടത്. അപ്പം നാളെ സെറ്റല്ലേ ചോദിച്ചു. അപ്പോൾ ഞാൻ ഇപ്പോഴാണ് ടിക്കറ്റ് കാണുന്നത് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ഈച്ചുവിൻ്റെ അടുത്തും അടുത്തും പറഞ്ഞത്, എടാ ഞാൻ ആകെ വിട്ടിരിക്കണം, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ ഇന്നലെ നമ്മൾ ശരിക്കും പുലർച്ചെ 1 മണിക്കൊക്കെ എത്തിയത്. ഇപ്പം നമ്മൾ എണീറ്റത് 5:30. അപ്പോൾ എനിക്കിങ്ങനെ ഒരു സാധനം, ഇങ്ങനത്തെ ഒരു ആവശ്യം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ 1 മടിയും കാണിക്കാണ്ട് വന്ന 2 ആൾക്കാരാണ് ഈ 2 ആൾക്കാർ. അപ്പോൾ അതെനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ലെറ്റ്സ് ഗോ, പോയോക്കല്ലേ? പോയോ? ആനന്റെ ഓണർ ആനപ്പാപ്പാൻ. പോയിരട്ടോ. അസ്സലാമലൈക്കും. പോയരാ. തട്ടിട്ടില്ല. പോയരാ. അസ്സലാമലൈക്കും. നീ ആര് പറഞ്ഞു ഈ പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അത് അച്ഛൻ്റെ വ്ളോഗിലാണ്. ആർക്കും എത്തിയിട്ടില്ല, അപ്പൊ ആർക്കും കറക്റ്റ് ആവൂല. ഉമ്മ ഉപ്പ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അതാർക്കും മനസ്സിലായിട്ടില്ല ഇതുവരെ. അതുകൊണ്ട് ഞാൻ കഴിച്ചിലേക്ക്. അപ്പൊ പോവാം. നമ്മൾ കുറച്ച് ലേറ്റ് ആണല്ലേ ചെറുതായിട്ട്. മോനെ വണ്ടി യോ എന്റെ പറ 20. ഞാൻ വിളിച്ചപ്പോ ഒരു മടിയും കൂടാതെ വന്ന 2 പേരാണ് ഇവര്. കട്ട് ചെയ്തിട്ടില്ല കേട്ടോ. അതാണ് പറ്റില്ല കേട്ടോ സൽമാൻക്ക് സ്റ്റാൻഡേർഡ് ആയത്. ഞാൻ എന്താ വെച്ചാൽ രാവിലെ പല്ല് വെച്ചിട്ടുള്ള എനിക്ക് ഒറ്റടിക്കണ്ട് തറാവാൻ പറ്റണില്ല. ടുഡേ അപ്പൊ നമുക്ക് എന്തായാലും പോയേക്കാം. നമ്മളെന്തായാലും ഒന്ന് നൈസായിട്ട് ഒന്ന് ചായ അടിക്കാൻ നിർത്തേണ്ടി വരും അല്ലേ, ഒന്നൊരു ഉന്മേഷം കയറ്റാൻ, അല്ലെങ്കിൽ ഇങ്ങനെ സ്റ്റാൻഡേർഡ് ആവും. ചാർജ് ആവാൻ. ഓക്കെ. അപ്പോൾ സുഹൃത്തുക്കളെ, വി ആർ ഫൈനലി ഹിയർ. നമ്മൾ എയർപോർട്ട് എത്തി. ഒരു 2 മണിക്കൂർ പോസ്റ്റ് ചെയ്യുന്ന എയർപോർട്ടിൻ്റെ പുറത്ത്. അതായത് എയർ ഇന്ത്യ തന്നെ അല്ലേ? എങ്ങനെ മനസ്സിലായി എനിക്ക് എയർ ഇന്ത്യ എന്ന്? എയർ ഇന്ത്യക്കെതിരെ സൽമാൻ. നമ്മളെ ഫ്ലൈറ്റ് ചെറുങ്ങനെ ഒന്ന് ഡിലേ കിട്ടി. അപ്പോൾ ചെറുങ്ങനെ മീൻസ് ഒരു 2 മണിക്കൂർ. ഏത് ആണോ എനിക്കറിയില്ല. മാമത് ഇറങ്ങുന്നുണ്ട്, മാമാക്ക് വിളിച്ചു നോക്കാം. അവിടെ എത്തിയിട്ട് വിളിക്കല്ലേ? അവിടുന്ന് നമ്മളെ സൈഡിൽ എടുത്തിയ വണ്ടികളൊക്കെ ഇങ്ങനെ നീക്കൽ തുടങ്ങിട്ടോ. നമ്മൾ നിർത്തിയെടുത്ത് ഫുൾ തിരക്കായിരുന്നു പുറത്ത്. അപ്പോൾ എന്താ വെച്ചാൽ എനിക്ക് തോന്നുന്നു ഈ ഫ്ലൈറ്റിൻ്റെ ആൾക്കാർ തന്നെ തോന്നുന്നുണ്ട്. അപ്പോൾ ഈ ഫ്ലൈറ്റ് ഇറങ്ങി എന്ന് പറഞ്ഞപ്പോൾ ഓരെല്ലാവരും പുറപ്പെട്ടിട്ടുണ്ട്, അതേപോലെ നമ്മളും പുറപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എന്താ പറയേണ്ട കാര്യം എനിക്കറിയില്ല, പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞു. എന്തേലൊക്കെ പറയണ്ടേ? അയ്യോ ഇതെത്തി. 32 അപ്പോൾ മാമ 31 32 എന്ന് പറഞ്ഞു. 31 32 തൂൺ നമ്പർ കേട്ടോ. 7 വർഷത്തിന് ശേഷം ഇന്നെ കൊണ്ടൊന്നും സാധിക്കില്ല കേട്ടോ. അതായത് കുടുങ്ങി കിടന്ന അത് സാധിക്കുക എന്താ വെച്ചാൽ അങ്ങനെ ആയിപ്പോയതാണ്, അതിലിപ്പോൾ ഒന്നും ശരിയല്ല. പക്ഷേ ഇറ്റ്സ് നോട്ട് ഈസി. 7 വർഷം കുടുംബക്കാരൊന്നും ഇല്ലാണ്ട് ഒറ്റപ്പെട്ട് നമ്മളെ കയ്യിലുള്ള സേവിങ്സും കാര്യങ്ങളൊക്കെ തീരുമല്ലോ. അയ്യോ എളുപ്പമല്ല. ഈച്ചോ 7 വർഷം ഈസ് നോട്ട് ഈസി. അറ്റോൾ. പെരേ പോരാ മുട്ടുണ്ട്. എനിക്കിതാണ് മന്തി കഴിക്കാൻ പൂതിയോ. ഞാൻ ജപ്പാനിൽ പോയപ്പോൾ അതായി നിൽക്ക മന്തി കഴിക്കാനൊക്കെ പൂതിയിട്ട്. ചായ അതാണ് ആരെങ്കിലൊക്കെ ത്രിപിളിച്ച് പോകണ കണ്ടില്ലെങ്കിൽ ഒരാളെ കയറാണ്. പിന്നെ തെങ്ങ് കാണണം, പിന്നെ എന്തൊക്കെയാടാ അതൊക്കെ തന്നെ. അതാണ് ഏറ്റവും മെയിൻ. സൽമാൻക്ക് എന്താ സൽമാനെ നാട്ടിൽ പൊറാട്ടയും ബീഫ്. ആര് പിന്നെ ഇന്നലെ കൂടി സൈലമാൻ കഴിച്ചിട്ടുള്ളൂ. ഫുള്ള് കഴിച്ചു തോന്നല്ലേ? കുറച്ചല്ലേ ഉള്ളു, ബാക്കി മൊത്തം ചെന്നല്ലേ കഴിച്ചേ. മാമ അവിടെ ഇടോ ഉണ്ട്. പുറത്തുണ്ട് ഇറങ്ങിക്കണേ. 31 32 ഇതിങ്ങനെ തിരിയൂലേ? നമ്മൾ കൊടുങ്ങോ? എവിടെ മച്ചാനെ? മാമൻ
എടാ അതിന്റെ പാൻ്റെ കണ്ട് ഫുള്ളുണ്ടോ? ഹായ് ബ്രോ, ഹൗ ആർ യു? എവിടെ എവിടാ? ഹലോ, എവിടെ എവിടെ? ഞാൻ അതാ 32. ആ കണ്ട് കണ്ട് വായ വായ വായ. ആ അയ്യോ സോറി മച്ചാനെ. അസ്സലാമലൈക്കും, വെൽക്കം ഹോം. എനിക്ക് സർപ്രൈസ് അല്ലേ? ഹലോ, വലൈക്കും സലാം. നാട്ടിലെത്തിട്ടോ? ഫൈനലി അങ്ങനെ നമ്മളെ മാമൻ നാട്ടിലെത്തിയിരിക്കുകയാണ് guys. താങ്ക് യു ഫോർ ദ ഡെലിവറി. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ എന്താണ് കലഫു മൊത്തം റെഡിയാക്കി എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൽ പിന്നിൽ നിന്ന് വേറൊരാളും കൂടി ഇവർ രണ്ടാളും കൂടി ഉള്ള കാര്യം, അതായത് കലഫു ഇവരെ ഏൽപ്പിച്ചത്. അപ്പോൾ ഇവർ മൊത്തം ഏറ്റെടുത്ത് ചെയ്തിനു. എങ്ങനെയുണ്ടായിരുന്നു? എല്ലാ അടിപൊളിയായിരുന്നു. ഭയങ്കര സന്തോഷം. ദുബായില് ഓ താങ്ക് യു മുപ്പതോടെ എത്തിക്കാൻ സഹായിച്ചതിൽ. ആണോ? ഞാൻ നാട്ടിൽ പോണേ. നമ്മൾ ഒന്നിച്ച് പോണത് എനിക്കൊന്നും ഇങ്ങനെ പറയണെന്ന്. 7 വർഷമായില്ലേ? അപ്പോ വിട്ടു പോവാ. അതായത് ദുബായിൽ വരുമ്പോൾ ആകെ ഒരു കൺഫ്യൂഷൻ ഇപ്പൊ രണ്ടാളോ. ഇതിൽ ആരാ സാധ്യത ചെയ്തത് ഇപ്പോഴും എനിക്കറിയില്ല. ആണോ? അതെങ്ങനെ കിട്ടുന്നേ? ഇന്നോട് ആദ്യം പറഞ്ഞു ബാക്കത്തെ വാലാണെന്ന്. ഓ നമ്മള് ബെഞ്ചിലുള്ള സമയത്തല്ലേ? ബെഞ്ചോ? എടാ അത് മനസ്സിലായി. എന്നാലും എന്നെങ്കിലും മനസ്സിലാവും. നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ? സ്വഭാവം ഇതൊക്കെ ഒരു പഠിക്കും മുന്നിലുള്ളത്. ശരിക്കും ശരിക്കും എങ്ങനെയാണ്? പൊക്കി പറഞ്ഞിട്ട് സ്വന്തം പേരാണ് പറയണെന്നുണ്ടെങ്കിൽ അത് അവനേക്കാരം. മോശം പറഞ്ഞിട്ട് വേറെ പേര് പറയണ്ടെങ്കിൽ അത് അപ്പുറത്താണേക്കാരം. അപ്പൊ പൊക്കി പറഞ്ഞപ്പോ സ്വന്തം പേര് പറഞ്ഞാ ഓനെ പറ്റി അങ്ങനെ പറഞ്ഞാ അത് സൈഡ് അറിയും. മനസ്സിലാവണേ സൽമാൻ ഞാൻ ഇക്കു ഇച്ചുവിനെ അറിയണ്ടെന്ന് പേര് വരുന്നത്. ഞങ്ങൾ പിന്നെ പറയാന്നില്ല. വണ്ടിന്ന് ചോദിച്ചു ആരപ്പോഴും ചോദിച്ചു ഞാനോട്. അപ്പൊ പറഞ്ഞു മാമന്റെ ഫ്രണ്ടാണ് പറഞ്ഞു. അതാ ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചിട്ടോ. എന്താണ് ടിക്കറ്റ് വിട്ടത് മാത്രം കണ്ടില്ല. എന്നിട്ട് മാമന്നലെ വിട്ടപ്പോഴാണ് ഞാൻ ഇവിടെ കണ്ണൂരല്ലേ നമ്മള്. ഇന്നലെ രാത്രി നമ്മള് കണ്ണൂരേന്ന്. അല്ല എയർപോർട്ടിൽ നിന്നല്ല, ടിക്കറ്റ് നമ്മള് പുലർച്ചെ കാണുന്നത്. പുലർച്ചെ 5 മണിക്ക് എത്തണ്ട ഇവിടെ. അങ്ങനെ പറഞ്ഞിട്ടാണ് ഈച്ചും സൽമാനും കൂടിയിട്ട് ത്യാഗം ചെയ്ത് ഉറക്കം കളഞ്ഞിന്നൊക്കെ ഉറക്കം കളഞ്ഞു വന്നത്. ബാ ഈച്ചോ ബാ സൽമാനെ. സൽമാനൊന്ന് നിൽക്കാങ്ങ. എടാ എന്റെ ഫോൺ ഓഫ് ആയല്ലോ. എന്റെ പേരെന്താ? സൽമാനോ? ഇമാൻ. ഓക്കെ യെസ്. ബൈച്ചോ ആരാ പപ്പേ? ആ ഓക്കെ. ഓക്കെ ഇൻഷാല്ലാ കാണാം. വലൈക്കും സലാം. ആരെല്ലാണോ? താങ്ക് യു ഫോർ എവറിത്തിങ്.
ശരി എന്നാ ഓക്കെ പാക്കലാം പാക്കലാം എല്ലാവരും വീട്ടിൽ വിളിച്ചു വരാം ടെൻഷൻ എല്ലാവരും പാട് പറയട്ടോ നമുക്ക് വിട്ടാലെന്നാ അവിടെയാണ് ഈ നാട്ടിലെന്നാ ഫുള്ള് നമ്മളാണ് എന്താ മാമന് കൊടുക്ക അവസരമുണ്ട്, വണ്ടി എത്തിയിട്ട് അവസരങ്ങളുണ്ട് പറയാൻ. ഫോട്ടോ എടുക്കാൻ ഓക്കെ ക്ലിക്കായി നോക്കിട്ടോ. അനാൻസ്ക വന്നിട്ടില്ല, ഞാൻ അന്വേഷിച്ച് പറയാം. പേരെന്താ? റംസാൻ. എന്താ മാമ എവിടെ? ഇനിയുള്ള സർപ്രൈസ് എന്താ വെച്ചാല് മാമ വന്നത് കുടുംബത്തിലെ എനിക്കും വേറൊരു മാമനും മാത്രമേ അറിയുള്ളൂ, വേറെ ആർക്കും അറിയില്ല. അപ്പൊ ബാക്കി എല്ലാവർക്കും നമ്മൾ സർപ്രൈസ് ബാക്കി ട്രോളുണ്ട്, സർപ്രൈസ് കൊടുക്കാൻ പോവാണ്. യെസ് ഓനെതാണ് നാട് മുത്തേ, കണ്ടില്ലേ തെങ്ങും തേങ്ങൊക്കെ അവിടെ മൂടല്ലേ. അടിപൊളി. അസ്സലാമു അലൈക്കും. എല്ലാരും ഹാപ്പി ആവട്ടെ, അത്രേ ഉള്ളൂ. എടാ ഇച്ചോ മതിയടാ. ഹായ് ഷാറല്ലേ? നമ്മള് മാമനെ പിക്ക് ചെയ്ത് പോവാ. ആ പൊന്നാനി പോവാ. ഇച്ചോ ഇല്ല വണ്ടി ഓടാ. ഇതാണ് വണ്ടി ഉണ്ടോ നമ്മളിറക്കി? ഏതിലാണ് നമ്മൾ പിക്ക് ചെയ്യാൻ വന്നത്? ഈച്ചുവിന്റെ വണ്ടി. എന്റെ ഫോടെന്റെ ഇനി ആരൊക്കെ വല്യമ്മാൻ്റെ അടുത്ത് പോവാണ്ട്, ഉമ്മമാൻ്റെ അടുത്ത് പോവാണ്ട്, എന്താണ് എൻ്റെ ഉമ്മാൻ്റെ അടുത്ത് പോവാണ്ട്. എൻ്റെ ഉമ്മാക്ക് അറിയാം റെഡി ആയത്, പക്ഷെ വരുന്ന ഡേറ്റ് അറിയില്ല അല്ലേ? ആ പിന്നെ അടുത്ത പോവാനുള്ളത്, പിന്നെ സീനുത്തുമ്മാൻ്റെ അടുത്ത് പോവാണ്ട്, സാജുത്തുമ്മാൻ്റെ അടുത്ത് പോവാണ്ട്. ഡൺ. യെസ്, അതിൻ്റെ പള്ളിയിൽ പോകണം. അതിൻ്റെ ഇടക്കാണ് പള്ളി പോകേണ്ടത്. അതിന് മുമ്പ് എല്ലാം തീരും എന്നൊക്കെ തോന്നുന്നില്ല. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട്. വെള്ളിയാഴ്ച ആയതുകൊണ്ടല്ല, അല്ലെങ്കിൽ നമ്മൾ പള്ളിയിൽ പോകാറുണ്ട്. അപ്പം മാമ ഇതാണ് നമ്മളെ ഹൈവേ, പുതിയ ഹൈവേ. നിങ്ങള് പോയ സമയത്ത് ഇതൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഞാൻ പോലും ഇത്ര ആയിരുന്നില്ല. പിന്നെയാണ് റോഡ്. ഇതാണ് നമ്മളെ പുതിയ ഹൈവേ. ഇനിയിപ്പോൾ അടുത്ത സ്റ്റോപ്പ് എവിടെ നമുക്കൊന്നും അറിയില്ല. അത് നമ്മൾ ശരിക്കും മാപ്പ് വെക്കേണ്ടി വരും. കാരണം സൈഡിലെ പെരയും കൂടി ഒന്നും ഇപ്പോൾ ഇതിൽ കൂടെ കാണൂല. കാരണം കുറച്ചും കൂടി കഴിഞ്ഞാൽ അതൊന്ന് ഹൈറ്റ് കൂടും. അപ്പോൾ ഹൈറ്റ് കൂടുമ്പോൾ വേറെ തന്നെ ഒരു ഇൻ്റർനാഷണൽ വ്യൂ ആണ് നമ്മൾ കേരളത്തിൽ കൊണ്ടുവരാൻ ഉദ്ദേശിച്ചുള്ളത്. അത് നടന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ 7 വർഷത്തിന് ശേഷം ഇപ്പോൾ ലാൻഡ് ചെയ്തത്. ഈ ഒരു സംഭവങ്ങള് കുറെ കാലമായിട്ട് ഇപ്പൊ മാമൻ ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടാവില്ല. എന്താണ് ഒരു ഡ്രീം ചെയ്തൊരു സംഭവം ആയിരിക്കുമല്ലോ ഇടക്കിടക്ക്. ആ ഒരു എന്റെ ചോദ്യം അതായിരുന്നു. അതായത് നമ്മൾ കുറെ കാലം ആഗ്രഹിച്ചിട്ട് നാട്ടിലെത്തുമ്പോ ഒരു സാധനം കിട്ടുമല്ലോ, ഒരു ഫ്രീഡം എന്ന് പറഞ്ഞൊരു സാധനം. അപ്പൊ അതെങ്ങനെയാണ്? ഇതൊരു ഇന്റർവ്യൂ അല്ല, നിങ്ങൾ കണക്കൂട്ടരുത്. എന്നാലും നമുക്കൊരു ചോദ്യം ഉണ്ടാവില്ലോ. ശരിക്കും പറഞ്ഞാൽ ആ എയർപോർട്ടിന്റെ ഡോറുണ്ട് തുറന്ന് പുറത്തിറങ്ങിയിട്ട് ആ നാച്ചുറൽ സ്മെല്ലുണ്ടല്ലോ, നമ്മുടെ നാടിന്റെ ഒരു പ്രത്യേകതരം മണം. അതുകൊണ്ട് അടിക്കുമ്പോ ഒരു സുഖമായിരുന്നു മനസ്സിൽ. അതൊരു ഒന്നൊന്നര ഫീലാണ്. കുടുംബക്കാരെ കാണുമ്പോ അത് വേറൊരു ഫീല്. ആ എക്സൈറ്റ്മെന്റിലപ്പോ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഇല്ലാത്ത എന്താ വെച്ചാല്, ഞാൻ ഓരോ പോക്കിനും ഇപ്പൊ ഞാനാണ്, ഈച്ചാണെങ്കിൽ സൽമാനാണെങ്കിൽ നമ്മൾ ദുബായിൽ ഇടക്കിടക്ക് പോകണ സമയത്ത് മാമനെ കാണലുണ്ട്. മാമനെ നമ്മളവിടേക്ക് നമ്മളുള്ള സ്ഥലത്തേക്ക് വിളിക്കലുണ്ട്, അല്ലെങ്കിൽ നമ്മൾ മാമനുള്ള സ്ഥലത്തേക്ക് പോകലുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഞാൻ മാമൻ ലാസ്റ്റ് കണ്ടത് ഒരാഴ്ച മുമ്പാണ്. പക്ഷെ മാമൻ ഇന്നണ്ടത് ഒരാഴ്ച മുമ്പാണ്. അതല്ല, മാമൻ നാട്ടിൽ വന്നിട്ട് നാട് കണ്ടിട്ട് മാമൻ 7 വർഷമായി. അപ്പൊ അതായിരുന്നു നമ്മളെ ടോപ്പിക്. നമ്മൾ എങ്ങോട്ടൊക്കെയോ വഴിക്ക് തിരിച്ചു പോയി, വഴി തെറ്റിപ്പോയി. അപ്പോ ബാക്ക് ടു ഹൈവേ. ഹൈവേ സംഭവമായിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്തായാലും അടുത്ത സ്റ്റോപ്പ്
എന്താണ് ഫുഡ് കഴിക്കാൻ നിർത്താണ്. അപ്പോൾ മാമനോട് കുറേ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതാണ്. ആൻഡ് ദെൻ വി ആർ ഗോയിങ് ടു കുടുംബക്കാരെ മീറ്റ് ചെയ്യല്. അപ്പോൾ ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നാണ്. മാമയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബീഫ് ചില്ലും പൊറോട്ടയാണ് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ എന്താണ് ഈ ഇപ്പോൾ ഇവിടെ ഈച്ചിനാണെങ്കിലും സൽമാൻക്കാണെങ്കിലും ഉള്ള ഡൗട്ടാണ് എന്തുകൊണ്ട് ഇപ്പോൾ കൂടുതൽ ഞാൻ കേട്ടിടത്തോളം കൂടുതൽ പ്രവാസികളും ഇതേപോലെ ബിസിനസ്സിൽ ഇടപഴകി അവർ അവിടെ ചതിക്കപ്പെട്ടിട്ട് ഇതേപോലെ കുറേ ആൾക്കാർക്ക് ബുദ്ധിമുട്ട് നേരിട്ടുണ്ട്. ഞാൻ മുമ്പ് കുറേ കഥകൾ കേട്ടിട്ടുണ്ട്, പക്ഷെ ഒരിക്കലും ഞാനത് സ്വന്തം മാമാക്ക് വരുന്ന ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ ഒരു സംഭവത്തിലാണ് മാമൻ പെട്ടത്. അത് കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് മാമ തന്നെ നിങ്ങൾക്ക് പറഞ്ഞുതരും. അത് ശരി, പിടിക്കണം അങ്ങനെ പറഞ്ഞാൽ അത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്റ്റാർട്ടിങ് ഒരു വിശ്വാസവഞ്ചനപരമായിട്ട് സംഭവിച്ചു തന്നെയാണ്. ആദ്യം അവിടെ ഒരു ജോലിയൊക്കെ ആയിട്ട് ആദ്യം പോയി, പിന്നെ കുറച്ച് ഫണ്ട് വന്നപ്പോൾ നിങ്ങൾ ഒരു ബിസിനസ് തുടങ്ങാന്നുള്ള പ്ലാനിലൊരു സ്റ്റാർട്ടപ്പ് അങ്ങനെ ഒന്നുമല്ലേ. പിന്നെ എന്താ ഉണ്ടായത്? സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ 14 ദിവസം കഴിഞ്ഞപ്പോൾ കോവിഡ് ലോക്ക്ഡൗൺ ആയി. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങി കഥകൾ ഓരോന്നായിട്ട്. കോവിഡ് പിന്നെ അത് കഴിഞ്ഞ് ലോക്ക്ഡൗൺ കഴിഞ്ഞ് ഓപ്പൺ ആക്കി, അത് പിന്നെ പ്രശ്നങ്ങളായി. അപ്പത്തിന് ചീറ്റിംഗ് വന്ന് അങ്ങനെ വിസ അടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരാൾക്ക് ക്യാഷ് കൊടുത്തു, എംപ്ലോയ്മെൻറ്റ് വിസ അടിക്കാൻ വേണ്ടിയിട്ട്. ഓൾമോസ്റ്റ് അന്ന് 6,000 ദിറംസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അല്ല, ദിറംസ് 6,000. അന്നൊരു 1,30,000 അറേഞ്ച് ഒക്കെ ഉണ്ടാവും. അങ്ങനെ അത് ഇന്ന് നാളെ എന്ന് പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങളായി. അപ്പോൾ എൻ്റെ വിസ ഓവറായി, അത് കൂടുതൽ പ്രശ്നങ്ങളായി. വിസ ഓവറായപ്പോൾ പിന്നെ ഞാനത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ വീണ്ടും സമയത്ത് വിസ തീർന്നു പോയി. എന്നിട്ട് അപ്പുറത്ത് പിന്നെയും വിസ ഇല്ലാത്ത ദിവസങ്ങളായി. പിന്നെ അത് ശരിക്കും ഓവർസ്റ്റേ നിൽക്കാൻ പാടില്ല അങ്ങനെ. അപ്പം അങ്ങനത്തെ പ്രശ്നങ്ങൾ വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് ഓവർസ്റ്റേ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് വേറൊരാൾക്ക് വിസയ്ക്ക് വേണ്ടിയിട്ട് കൊടുത്തു. അയാൾ വിസ ഒക്കെ റെഡിയാക്കി തന്നു, പക്ഷേ സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്ത് തന്നില്ല. അതായത് എക്സിറ്റ് അടിക്കണം, ഇൻ ആൻഡ് ഔട്ട് അടിക്കണം, അത് തന്നില്ല. അപ്പോൾ അത് വീണ്ടും പ്രശ്നമായി. കൊണ്ടാണ് ആളെ പിഴവല്ല, ആള് മനഃപൂർവ്വം ചെയ്തില്ല. അയാൾ മനഃപൂർവ്വം തോന്നാം മാത്രം മതിയായിരുന്നു, അയാൾക്ക് ക്യാഷ് മാത്രം മതിയായിരുന്നു. അപ്പോൾ ഒന്നും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയി. അവിടെയും പൈസ പോയി. അങ്ങനെ അത് കോംപ്ലിക്കേറ്റഡ് ആയപ്പോൾ ഓൾറെഡി ഞാനിപ്പോൾ വിസൻ്റെ ക്ലിയറൻസിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ പാസ്പോർട്ട് ബെയിലിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു, കോർട്ടിൽ സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ അത് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കൊടുത്തിട്ട് അവർ പറഞ്ഞത് ഒരു എന്താ പറയുക, നമ്മൾ പ്രോമിസ് ചെയ്തിട്ട് കോടതി അലക്ഷ്യം എന്നൊക്കെ പറയില്ലേ, അതുപോലെ. അപ്പോൾ അത് പിന്നെ ഓവർ സ്റ്റേറ്റ് അബ്സ്കോണ്ടിങ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഡീപ്പോർട്ടേഷനാണ് അവിടുത്തെ റൂള്. ഡീപ്പോർട്ടേഷൻ എന്ന് പറഞ്ഞാൽ പുറത്താക്കാം, രാജ്യത്തു നിന്ന് പുറത്താക്കുക, പിന്നെ രാജ്യത്തേക്ക് തിരിച്ച് കയറാൻ പറ്റുക, അതാണ് ഡീപ്പോർട്ടേഷൻ. അപ്പോൾ പിന്നെ അതായപ്പോൾ അത് ക്ലിയർ ചെയ്യാനുള്ള ശ്രമത്തിലായി. അപ്പോൾ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി ഓരോ വഴിക്ക് പോകും തോറും ഓരോ ഇതേപോലത്തെ ആൾക്കാരുടെ അടുത്ത് പോയി പെട്ടിരുന്നത്. അതായത് ആ നാട്ടിലൊരിക്കലും മാമൻ തെറ്റ് ചെയ്തിട്ടില്ല, അപ്പോൾ തെറ്റ് ചെയ്യാത്തൊരു നാട്ടിൽ നിന്ന് പുറത്താക്കൽ മാമനെ. എനിക്കങ്ങനെ ഒരു ആഗ്രഹം, ഞാൻ എന്തിനും മറ്റുള്ള ഒരാൾ ചെയ്തതിന് വേണ്ടിയിട്ട് എന്തിനും ഞാൻ വെറുതെ ഒരു രാജ്യത്തിന് ഡീപ്പോർട്ട് ആവണം എന്നുള്ളൊരു തോന്നലും. അപ്പോൾ അത് ക്ലിയർ ആക്കിയിട്ട് ഇറങ്ങുക എന്നുള്ളൊരു ചിന്താഗതിയിലായിരുന്നു. വരണമെങ്കിൽ എന്നും വരായിരുന്നു, വെറുതെ വരുന്ന സമയത്ത് ഒരു കുറ്റക്കാരനായി മാറുകയും ചെയ്യും. അവിടെ തിരിച്ചു കയറാൻ പറ്റില്ല, പിന്നെ എന്താണ് ആൾക്കാർ വിചാരം എപ്പോഴും ഒരു കുറ്റം ചെയ്ത ഒരാളായി മാറും. അപ്പോൾ വേറൊരാൾ ചെയ്ത മിസ്റ്റേക്കിന് ഞാനെന്തിനും ബലിയാടാവണം എന്നുള്ളൊരു തോന്നല. അപ്പോൾ അത് ക്ലിയർ ആക്കിയിട്ട് ഇറങ്ങണം എന്നുള്ളൊരു ആഗ്രഹം. പിന്നെ എന്നിട്ട് ഞാൻ ഇത് ഓരോരുത്തർ കൊടുക്കുമ്പോൾ ഓരോരുത്തർ പ്രോബ്ലംസ് ആക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിങ്ങനെ ആപ്ലിക്കേഷൻ കൊടുക്കുക എന്നല്ലാണ്ട് ഒരു പ്രോപ്പർ ഇത് ചാനലിന് കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് പിന്നെ ആ സമയത്ത് നമ്മുടെ പൊതുമാപ്പ് വന്നത്. പൊതുമാപ്പ് ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്, എന്തുണ്ടെങ്കിലും അവർ വേ ഓഫ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിൽ ഞാൻ വിസ എടുത്തു, എംപ്ലോയ്മെൻറ്റ് വിസ എടുത്തിട്ട് ഞാൻ തന്നെ കാര്യങ്ങൾ ചെയ്തിട്ട് എടുത്തു. എന്നിട്ട് ഞാൻ അവിടെ റിക്വസ്റ്റ് കൊടുത്തു, കോർട്ടിൽ റിക്വസ്റ്റ് കൊടുത്തു, എൻ്റെ ഡീപ്പോർട്ടേഷൻ റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ കോടതി അത് വെയിറ്റ് ചെയ്ത് കോടതി എനിക്ക് അപ്രൂവൽ തന്നു. എൻ്റെ ഹിസ്റ്ററി ചെക്ക് ചെയ്യുക അവർ മൊത്തത്തിൽ, ഇനി വേറെ വല്ല ക്രിമിനൽ കേസിൽ അങ്ങനെയുള്ള എന്തൊക്കെ ഉണ്ടെന്നൊക്കെ നോക്കിയിട്ട് അവർ അത് അപ്രൂവൽ തന്നു.
മീൻസ് കോടതി റിക്വസ്റ്റ് അക്സെപ്റ്റ് വന്നു. പിന്നെയും അതിൻ്റെ വേറെ സെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് അങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് ഓരോന്ന് കുറച്ച് സമയം എടുത്തു. അങ്ങനെ നീണ്ടു. അതിലിടയ്ക്ക് പിന്നെ ഒന്ന് സ്റ്റക്ക് ആയപ്പോഴാണ് പിന്നെ അതിൻ്റെ കെയർ ഓഫിൽ മറ്റേ കലഫിനെ അത് ഞാൻ പറഞ്ഞ പോലെ കലഫിനോട് സംസാരിച്ചതും കലഫിൻ്റെ കെയർ ഓഫിൽ എനിക്ക് അവൻ്റെ കെയർ ഓഫിലാണ് കാര്യങ്ങൾ എടുത്ത് സ്മൂത്തായത്. അത്ര പെട്ടെന്ന് എത്താനും കാരണം അതിങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുകയായിരുന്നു. ചില കാര്യങ്ങളൊക്കെ നമുക്ക് ടൈം എടുത്തിട്ട് ആവുള്ളൂ. അപ്പോൾ അതൊക്കെ ഫാസ്റ്റാക്കി തന്നത് ഇപ്പോൾ വന്നിട്ട് ഇറങ്ങാൻ പറ്റിയതൊക്കെ കലഫിൻ്റെ ഒരു ഇടപെടൽ കൊണ്ടാണ്. പിന്നെ നല്ലൊരു ബിഗ് ഹെൽപ്പായിരുന്നു കലഫ് ചെയ്തത്. അപ്പോൾ ഇതാണ് സംഭവം. ഇത് ഒരു 7 വർഷത്തെ കഥയാണ് ഇപ്പോൾ ചുരുക്കി പറഞ്ഞു കേട്ടോ. ഇത് ആക്ച്വലി ചെയ്ത് നമ്മളെ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മളെ മെൻ്റൽ ഹെൽത്ത്, അതായത് നമുക്ക് മാനസികമായിട്ട് പിരാന്ത് പിടിക്കില്ല. ഒന്നാമത് ഒരു മുറിയുടെ ഉള്ളിലാണ്, അത് പുറത്തേക്ക് ഇറങ്ങിയ പോലീസ് പിടിക്കും. അങ്ങനത്തെ കുറേ പിരാന്ത് പിടിച്ചിരുന്നില്ലേ? അത് വേറെ. അപ്പോൾ ഞാൻ ആലോചിക്കുകയാണ് എന്താ വെച്ചാൽ പ്രവാസികളെ നമ്മൾ ആക്ച്വലി ഞാൻ സമ്മതിച്ചു കൊടുക്കും. കാരണം എന്താ വെച്ചാൽ ഒന്നാമത് നാട്ടിൽ നിന്ന് മാറി നിന്നിട്ട് പുറത്ത് പോയി പണിയെടുക്കാന്ന് പറയുമ്പോൾ തന്നെ ഇറ്റ്സ് ബിഗ് തിങ്. അതിപ്പോൾ എത്ര ചെറിയ പണിയായാലും എത്ര വലിയ പണിയായാലും നാട്ടിൽ നിന്ന് മാറിയൊക്കെ പറയുമ്പോൾ നമ്മളപ്പോൾ കൊണ്ടൊന്നും പറ്റില്ല. അപ്പോൾ ഇത് കാണുന്ന പ്രവാസികളുണ്ടെങ്കിൽ സല്യൂട്ട് ഈസ് ഫോർ യു. ഭയങ്കര മാസമായി പറയല്ല, പക്ഷേ ഭയങ്കര റെസ്പെക്റ്റ് കൊണ്ട് പറഞ്ഞാണ്. കാരണം നമ്മൾ പറഞ്ഞല്ലോ, ഒരു 3 ദിവസം പോലും ദുബായിൽ നിന്നപ്പോൾ തന്നെ നമുക്ക് തിരിച്ച് നാട്ടിലേക്ക് വരാനാണ് തോന്നിയത്. അതായത് ദുബായ് നമുക്ക് കിട്ടിയ ദുബായ് അത്രയും അടിപൊളി ദുബായ്. അതായത് വലിയ പൊങ്ങച്ചായിട്ട് പറയില്ല, എന്നാൽ പോലും കലഫ് നമ്മൾ അത്രയും അടിപൊളിയായി ട്രീറ്റ് ചെയ്തു. കലഫാണെങ്കിലും ഓഫീസ്ക്കാണെങ്കിലും എന്താണ് ഗോൾഡിൻ്റെ ഷെഫീക്ക് ഇവരെല്ലാവരും ഇപ്പോൾ ഉപ്പമാരാണെങ്കിലും എന്താണ് നമ്മളെ, കാരണം അവർ ചെറിയ രീതിക്കാണെങ്കിൽ പോലും നമ്മളെ മാക്സിമം അടിപൊളിയാക്കിയിട്ട് ആണ് അവരെ കൊണ്ടുപോയിട്ടുള്ളൂ. എന്നിട്ട് പോലും നമുക്ക് ആ നിന്ന സമയം നമുക്ക് ഒരു മടുപ്പിട്ടാന്ന് പറയുമ്പോൾ ഇവരവസ്ഥ ആലോചിക്കുക. അപ്പം ഞാൻ അതിനൊക്കെ ആക്ച്വലി സമ്മതിക്കണം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ 7 വർഷം ഈസ് നോട്ട് ഈസി. അപ്പോൾ ഇപ്പോൾ ഈ വീഡിയോ കലഫ് കാണുന്നുണ്ടെങ്കിൽ കുറച്ച് ഇംഗ്ലീഷ് ആവാം. ദിസ് വീഡിയോ ഈസ് ഫോർ യു കലഫു. താങ്ക് യു സോ മച്ച്. ഇഫ് യു ഹാവ് നോട്ട് ബീൻ ഹിയർ ദിസ് വുഡൻറ്റ് ഹാവ് ഹാപ്പൻഡ്. താങ്ക് യു. അപ്പോൾ ഇനി അടുത്തത് ഫുഡൊക്കെ മാമയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ബീഫ് ചില്ലി ആൻഡ് അടുത്ത ചില്ലി ആൻഡ് പൊറാട്ട ഈസ് ഹിയർ ഫ്രം നാട്. ദുബായ് നയിക്കുമ്പോൾ നൊസ്റ്റാൾജിയ. കുറച്ച് നാരങ്ങയായിട്ട് വീഞ്ഞ് തരാം. അപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് നല്ല മഴയൊക്കെ കണ്ടിട്ടാണ് നമ്മളിപ്പോൾ ഫസ്റ്റ് കാണാൻ പോണത് മമ്മാനെയാണ്. മഴന്റെ വരവേൽപ്പാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 7 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം എക്സൈറ്റഡ് ആണോ? ഭയങ്കര എക്സൈറ്റഡ്. എത്താനായി മുത്തേ, വീട്ടിലെത്താനായി. ബാക്ക് ഹോം. 7 വർഷത്തിന് ഞാൻ പിന്നെ ഇടയ്ക്കിടയ്ക്ക് 7 വർഷത്തിന് ശേഷം പറഞ്ഞു വെച്ചാൽ എക്സൈറ്റ്മെൻ്റ് കൊണ്ടാണ്. ഇപ്പം എത്തിട്ടോ. ഇച്ചൊന്ന് സ്ലോ ആക്കിക്കോ. വേറെ വണ്ടി ഉള്ളിലുണ്ടോന്ന് അറിയില്ല. കുറച്ചുകൂടി ഫ്രണ്ടിൽ പോയിട്ട് ആളെ നടക്കാണ്ടോ? റൈറ്റിക്കല്ല, റൈറ്റുള്ള വീടാണ്. ആ ബസ് നിൽക്കണേ നമ്മളെ വീട്ടിൻ്റെ തൊട്ട് ഫ്രണ്ടില്ല. അതാണ് ഉമ്മയുടെ വീട്. നേരെ കയറ്റി ഉള്ളിൽ കയറ്റാം. നോക്കട്ടെ. അതാ ഈ വീട് നമുക്ക് തിരിക്കാൻ പറ്റും. അവിടെ ഉള്ളിട്ടാലേ അല്ലെങ്കിൽ പിന്നെ ബാക്ക് ഇടേണ്ടി വരും. വെക്കല്ലേ? ഇല്ല. ഒരു മാമനെ അറിയാം. ആ മാമനക്ക് മാത്രമേ അറിയുള്ളൂ. മാമ അവിടെ ഒക്കെ ഉണ്ടോ? ഇങ്ങനെ വെച്ചാൽ കാണില്ല. മാമ അവിടെ ഇരുന്നോട്ടോ. നമ്മളെ പ്ലാൻ എന്താ വെച്ചാൽ മമ്മാട് സർപ്രൈസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എന്താണെന്ന് ചോദിച്ച്, അല്ല ഒരു സാധനം മമ്മക്ക് വേണ്ടി നമ്മൾ കൊടുത്തിട്ടുണ്ട് പറയും. അങ്ങനെ ഇജും പോരെ. ഫോണിൽ സൽമാൻ എടുക്കും. ഈ ജസ്റ്റ് സാധനം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞാലും മനസ്സിലാവേണ്ടിരിക്കും. ഞാൻ ഇറങ്ങാം. ഇതാണ് എൻ്റെ മടോട് കേട്ടോ. തറവാടാ. അസ്സലാമു അലൈക്കും. ഇതാണ് മാമൻ. ഇങ്ങോട്ട് വരി.
ഒരു സർപ്രൈസ് ഉണ്ട് നിങ്ങൾക്ക്. അതിനാണ് എന്താണ് രണ്ടുപേർക്കും രണ്ടാൾക്കുള്ള സർപ്രൈസ് ആണ്. നിങ്ങൾ എന്താ പേടിക്കണത്? ബോംബൊന്നല്ല. എന്താണ് ഞാൻ നിങ്ങൾക്കൊക്കെ ആകെയുള്ള സാധനമാണ് കൊടുത്തിട്ടുള്ളത് രണ്ടുപേർക്കും. അപ്പോൾ എന്താണ് ഗസ് ചെയ്യാൻ പറ്റുമോ? ഗസ് എന്താന്ന് വിചാരിക്കാൻ പറ്റുമോ? എന്താ അറിയില്ല. ഗസ് ചെയ്യാൻ പറ്റുമോ? ഇങ്ങോട്ട് മാറിക്കല്ലേ. ഞാൻ സാധനം വെക്കാം. രണ്ടുപേരും ഉണ്ടായിക്കോട്ടെ. ആ സാധനം എടുത്തിട്ട് വരാം. സെറ്റല്ലേ? ഇപ്പൊ സെറ്റായില്ലേ? ഹാപ്പി? എല്ലാരും ഹാപ്പി? ഓക്കെ. വേറെ ആർക്കറിയില്ല. ഉമ്മാക്കൊന്ന് വിളിച്ച് പറയല്ലോ കേട്ടോ ഫോണില്. ഓക്കെ അല്ലേ എല്ലാരും? ഇപ്പൊ രണ്ടാൾക്കുള്ള സർപ്രൈസ് നടത്തിയില്ലേ? അങ്ങനെ പറഞ്ഞാല് ഗസ് ചെയ്യാൻ പറ്റില്ലല്ലോ. ദുബായി പോയി പൊക്കി. പോലീസായിട്ട് പറഞ്ഞ് ഇത് നമ്മളാളാന്ന്. എന്നാ കൊണ്ടേക്കോ പറഞ്ഞു. സെറ്റായില്ലേ? ഇപ്പോ ഇനി ഇവിടെ ഉണ്ടാവും. ഞാൻ എപ്പോഴേലും പോകും, എപ്പോഴേലും വരാം. മക്കളെ നമ്മൾ ഉമ്മമാനെ കണ്ടതിന് ശേഷം ഇതാ ഇൻ്റെ വീടെത്താനായി. അടുത്തത് ഇൻ്റെ ഉമ്മാനെ കാണിക്കുകയാണ്. ഇതാ റൈറ്റ് ഇതാണ് ലാസ്റ്റ് വീട്. ഈ ഗല്ലിത്തെ ഈ ഗല്ലല്ലേ സെൻട്രൽ നമ്പർ. കയറ്റിക്കോ. ഗേറ്റ് തുറന്നില്ല സൽമാനെ? ഇജൊന്ന് തുറക്കോ. ഇന്നെ കണ്ട വ്ളോഗ് എടുത്താണ്ട് അപ്പം പിടിക്കുമ്പോ. അയ്യോ ഈ ചുമ്മാ വ്ളോഗ് കണ്ടാൽ ചിലപ്പോൾ ഉമ്മാക്ക് എത്തും. ഞാൻ അറിയാണ്ട് നേരത്തെ വിളിച്ചപ്പോൾ കുറേ അടവിട്ടുണ്ടായിരുന്നു. പക്ഷേ നേരത്തെ വിളിച്ചപ്പോൾ പെട്ടെന്ന് നേരത്തെ പറഞ്ഞു അമ്മ അതാ വരുന്നത്, എയർപോർട്ട് കഴിഞ്ഞെന്ന് പറഞ്ഞു. അപ്പം ഉമ്മ കണ്ട് എയർപോർട്ടോന്ന്. അപ്പോൾ പറയാം അവിടെ ഷാനുവിൻ്റെ കൂടെ അവിടെ അല്ലേ, അവിടെ ഷാനുവിനൊരു സംസാരിക്കാൻ കയറിയതാ പറഞ്ഞു. അങ്ങനെ ഇതാ വീടെത്തി. ഞാനും വീട്ടിൽ വന്നിട്ട് കുറച്ചായിട്ടോ. ഇവിടെ ഇരുന്നോട്ടോ മാമ. മൈ ഹോം, മൈ ലാൻഡ്. Mama, I am home. എൻ്റെ വീട്, എൻ്റെ ചെരുപ്പ്, എൻ്റെ കൂട്ടുകാര്, എൻ്റെ കൂട്ടുകാരൻ്റെ വണ്ടി. താങ്ക് യു. ലെറ്റ്സ് ഗോ. അമ്മാ 4 മൈനസായി. ഉമ്മാ അസ്സലാമു അലൈക്കും. യോ ഉമ്മടെ ഉമ്മ തട്ടോ. വീഡിയോ എടുക്കണ്ട്. എടുത്തോ പോരി. യോ സ്വിഫ്റ്റിൽ പൊട്ടിച്ചു പോണ വീഡിയോ അങ്ങോട്ട് പേര് അല്ലേ? അവിടെ ഒന്നോ മതില്ലേ?
മിജു ഭായിനെ പല സ്റ്റൈലിൽ ഡ്രസ് ചെയ്തിട്ടുണ്ട്. മിജു ഭായ് മിജുവിന് കിട്ടി. പക്ഷെ മിജു വേറൊരു സ്റ്റൈലാണ് വരുന്നത്. മിജുവിനെ കാണിച്ചു കൊടുത്തേ. മിജുവിനെ കാണിച്ചു കൊടുക്ക്. മിജുവാണ്. മിജുവിന് വേറൊരു കോസ്റ്റ്യൂമിൽ വന്നിട്ടുള്ളൂ പ്രാവശ്യം. Mama is back home. തറിച്ചു കൊടുത്തോണ്ട് ഇതാണ് മിജു പുതിയ കോസ്റ്റ്യൂമില്. ഇല്ലല്ല ഞാൻ മാമാടെ സാധനം കൊടുത്തേക്ക് പറഞ്ഞു വെയിറ്റ് ഒക്കെ കൂടിയിരിക്കണ ഇനി സാധനം വെക്കാൻ പറ്റൂല. വീട് പൊറാട്ട റോഡൊക്കെ നോക്കണ് മനസ്സിലാണ്. മാമ ഈസ് ബാക്ക്. നമ്മള് ദുബായി പോയി ഇറക്കിയില്ലേ. അപ്പൊ നിങ്ങള് എയർപോർട്ടിൽ പോയത് ആ എല്ലാരും കൂടിയുള്ള കളിയല്ലേ? ഞാനാണെങ്കി വിളിച്ചിട്ട് മാറി പറയുകയും ചെയ്ത്. എയർപോർട്ട് ഞാൻ നേരത്തെ വിളിച്ച പറയണ്ട പറഞ്ഞില്ലേ, അമ്മത്തെ വരുന്ന എയർപോർട്ട് കഴിഞ്ഞെന്ന് പറഞ്ഞില്ലേ. അപ്പൊ ഞാൻ അയ്യോ എയർപോർട്ട്. അപ്പൊ ഉമ്മ കൊണ്ട് ചോദിച്ചു എയർപോർട്ടോ. അപ്പൊ ഞാൻ ഷാനു വീട് അവിടെയാണ്, അവിടെ നിന്ന് വരികയാണ് അങ്ങനെ പറയാടാ ഒതുക്കിട്ടു. ആ ഞാൻ പറഞ്ഞ ഫുഡിന്റെ കണക്ക് തെറ്റണ്ടാച്ച് പറഞ്ഞതാണ്. ഉച്ചക്ക് ഞാൻ പഠിക്കണോ? ബാബക്കറിയാം. ഇനി സാജുത്തുമ്മ ഉണ്ട്, ഉമ്മ ഉണ്ട്, ഇനി സീനുത്തും കൂടി കാണാമോ? ആ ഇതാ കൊറേ ഞാൻ വരച്ചാണ് ഇതൊക്കെ. നേരിട്ടാണ് അപ്പോഴല്ലേ ഭാഗ്യം കിട്ടി. ഇതിലും വലിയ ഷോക്ക് വരാൻ കിടക്കണ മറ്റാൾ ചെറിയ ബിജു അടുത്ത് ഇതൊക്കെ അങ്ങനെ ആക്കി നമ്മള് സെറ്റല്ലേ. ഉമ്മമ്മ ഇന്നെ കെട്ടിപ്പിടിക്ക, മാമാനല്ല ഇന്നെ കെട്ടിപ്പിടിക്കണേ. അതിന്റെ താങ്ക് യു താങ്ക് യു. ഈ വീട്ടിൽ നമ്മൾ ഫസ്റ്റ് ടൈം വരണേ. ഈ ഫസ്റ്റ് ടൈം അല്ലല്ലോ. അല്ലല്ല ഇതപ്പൊ 7 വർഷമായി വീട് ഉണ്ടാക്കിട്ട്. എന്റെ ഗ്രൗണ്ടാണിത്. ഇതിന്റെ ഗ്രൗണ്ട് ഞാൻ ഇവിടെ ഫുട്ബോൾ കളിച്ചിരുന്നു. ആ വാരിയേഴ്സ് FC. ഇവിടെ പോസ്റ്റ്, അവിടെ ഒരു പോസ്റ്റ് ഉണ്ടാവും. ഫുള്ള് തെങ്ങിന്റെ ഇടയിൽ കൂടെ കട്ട് ചെയ്ത് പോകണം. ആകെ 5 പ്ലേയേഴ്സ് ഉണ്ടാവുള്ളൂ, ബാക്കി 6 പ്ലേയേഴ്സ് തെങ്ങിനെ കൂടി കട്ട് ചെയ്ത് പോകണം. ഇടക്ക് തടാ തെങ്ങും പഠിച്ച് റിട്ടേൺ വരും. അതൊക്കെ ഉണ്ടാവും. അത് സീനാ. ഏതാ സർപ്രൈസ് വരുമ്പോ ഇപ്പൊ പറയാൻ പാടില്ല ടിക്കറ്റ് ദിവസമാണ്. പക്ഷെ ഉമ്മാക്ക് റെഡി ആവണവരെല്ലാം അറിയണേ, ടിക്കറ്റ് എടുത്താൽ മാത്രം അറിയണ്ടായിരുന്നില്ല. കാരണം ഉമ്മ ഡെയിലി വിളിച്ചിട്ട് അപ്ഡേറ്റ് ചെയ്യണ്ടായിരുന്നു. സാദും സെയ്തും ഉണ്ടായിരുന്നു ഇന്ന് ഒരുമിച്ച് വന്നവര്. കൽഫുന്റെ ഒപ്പമുള്ള അങ്ങനെ ഹാപ്പി അല്ലേ? അതന്നെ അങ്ങനെ എന്താണ് നമുക്കത് അത് അവിടെ ഇല്ല. ഇനി നാട്ടില് അത് വൈബ് കൊളം നല്ല സീസണാണ്. എന്താ വിജുവിന്റെ ആക്ഷൻ എന്തായാലും പൊളിയാവും. പ്രതീക്ഷിച്ചിട്ടില്ല. ഇന്നലെ വിളിച്ച പറഞ്ഞല്ല എന്നോട് മാമഞ്ഞി ടിക്കറ്റ് റേറ്റ് ഒന്ന് നോക്കണ്ട, നാളെ തന്നെ പോരായിരുന്നു. പിന്നെ എന്താ എന്നോട് പറഞ്ഞത്, എന്തൊക്കെയോ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു മുപ്പേള് പറഞ്ഞു അങ്ങനെ ആലോചിച്ചിട്ട് 70,000 ദിറംസ് റുപ്പീസാണോന്ന് വെച്ചു. അപ്പം റുപ്പീസ് എന്നിട്ട് ഇങ്ങനെ ആലോചിച്ചിട്ട് മാമ കൊണ്ട് പോരെ, മാമോട് വന്നിട്ട് ഞാൻ PS5 വിൽക്കാൻ പറ്റും. മിജുവിന് ഒരു സന്തോഷ വാർത്തയുണ്ട്, ദുഃഖ വാർത്തയുണ്ട്. മിജുവിന് സന്തോഷ വാർത്ത മാമ വരുന്നത്, ദുഃഖ വാർത്ത നമ്മള് PS5 കൊണ്ടുവന്നു.
ഓൻ എക്സാമിൻ്റെ കാരണം PS5 കൊണ്ടുപോകണം ഇവിടുന്ന്. അപ്പോൾ അടുത്തത് നമ്മൾ ജുമാക്കുള്ള സമയമായി. ജുമ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മൾ സീനുത്തുമ്മാൻ്റെ അടുത്തേക്ക് പോകും. അപ്പോൾ അതിൻ്റെ മുമ്പ് ഫുഡ് കഴിച്ചിട്ട് പോകുന്നതാണ്. അപ്പോൾ കാണാം, മുത്തുമ്മാനെയും കാണാണ്ട് കാണാം. അപ്പോൾ നമ്മൾ എന്താണ് മിജുവിൻ്റെ സ്കൂളിൽ എത്തിയിട്ടുണ്ട്. അടുത്ത് നമ്മൾ സർപ്രൈസ് കൊടുക്കാൻ പോകുന്നത് മിജുവിനാണ്. അപ്പോൾ മിജു സ്കൂളിലായതുകൊണ്ട് എന്താ നമ്മൾ മിജുവിനെ സ്കൂളിൽ പോയി പിക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ മാമൻ സ്റ്റിൽ വണ്ടിയിലാണ്, പക്ഷെ നമ്മൾ പോയിട്ട് പിക്ക് ചെയ്തിട്ട് വരും. എന്നിട്ട് വണ്ടിയിൽ നിന്നാണ് നമ്മൾ മിജുവിനെ സർപ്രൈസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ പോയോക്കാം. നമ്മുടെ രാജാതിരാജൻ വച്ചാലേ അല്ലി ബ്രോ. ബസ് നമ്പർ ഒന്ന് കൊടുക്ക്. 11 പൊള്ളി ബ്രോ. സർപ്രൈസ് ഒന്നും ഇല്ല, നമ്മൾ വ്ളോഗ് എടുക്കാൻ വിചാരിച്ചു. ഈ അല്ലേ പറഞ്ഞു വ്ളോഗൊന്നും ഇല്ലാന്ന്. റൈറ്റ്, ഇതല്ലേ നിങ്ങളെ PT ഗ്രൗണ്ട്? ആരെ ഇതാ വണ്ടി നോക്ക്. അയ്യോ ചളി. എവിടെ? മാമ ഈസ് ബാക്ക്. ഇജ്ജ് ഗോളിയാ? ഹലോ. എനിക്കറിയാം. എനിക്കത് കയ്യേറിന് കുറെ കാണിച്ചു കൊടുക്കി. ടീം PT പീരീഡ്. അപ്പോൾ ഇനി അടുത്തത് മൂത്തുമാനെ സർപ്രൈസ് ആക്കാം. വാ വണ്ടി കയറി പോവാ. വായിച്ചു പോവാ. ഹനാൻഷേ താങ്ക് യു മുത്തേ. അനു വന്നിട്ടില്ല. താങ്ക് യു. ഇത് ബ്രസീലല്ലേ? ബ്രസീൽ തോറ്റുപോയി. താങ്ക് യു. ഇനി ഇവിടെ എന്താ സാറ് ചീത്ത പറയും. എന്നിട്ട് ബ്രസീൽ വെച്ചിട്ട് എടുക്കണേ. ഇത് എവിടെയെല്ലാം നിറച്ചൊക്കെ. താങ്ക് യു. പോവാ. കേറിക്കോ. എന്റെ മിജു സർപ്രൈസ് ആയോ? സർപ്രൈസ് നമ്മള് സ്കൂളിൽ നിന്ന് വിളിക്കാൻ വന്നതാണ്. മാമ വന്നാണോ? മാമ വന്നത് ആയിക്കോട്ടെ. രണ്ടും സേഫാക്കി. മുത്ത എന്നെ സ്കൂളിൽ വിളിക്കാൻ വന്ന ഏത് വണ്ടിയിലാ? ഈച്ചുവിന്റെ പുതിയ ഈച്ചുവിന്റെ പുതിയ ഫോൺ. അടിപൊളി വണ്ടി. ഈച്ചു അടിപൊളിയല്ലേ? 3.0 ലിറ്റർ. മുത്ത ഈച്ചൊക്കെ വന്ന് എവിടുന്ന വന്നേ? നെൽമൂറിന്. പിന്നെ സൽമാന് കണ്ട ഫുൾ തിരക്കിന്റെ ഇടയിൽ ചാറ്റിംഗ് ആണ് ഫുള്ള്. എന്റെ തിരക്കിന്റെ ഇടയിൽ വന്നു. ലൈനോ എന്ത് ലൈനി? ലെഫ്റ്റ്. ആ മൂത്തോനെ പറഞ്ഞ അതും കിട്ടില്ല റോഡാ. ലൈനൊന്നുമില്ലേ? ഫ്രണ്ടിനെ കൊള്ളാം, നമുക്കൊന്നുമില്ല. ഫ്രണ്ടിൽ ലൈൻ ഉണ്ടോ? സ്കൂൾ ഉള്ളതാ. സ്കൂൾ ഫുൾ എന്ത് ലൈനോ? എടാ അപ്പൊ എനിക്കുണ്ടാവല്ലോ. കുറവില്ല. ഫോണും ചെക്ക് ചെയ്തിട്ട് എടാ എന്നാൽ എനിക്കുള്ള സന്തോഷ വാർത്തയുണ്ട്, സങ്കട വാർത്തയുണ്ട്. സന്തോഷ വാർത്ത എന്താ? ഞാൻ വന്ന് സങ്കട PSI കൊണ്ടുപോണു. എന്റർടൈൻമെന്റ് സ്മൈലിൻ പെയിൻ ആണ് ഇപ്പൊ. ടിക്കറ്റ് ഇതാ PS5 എടുക്കാൻ പോവാ. ടിക്കറ്റ് എടുത്ത് എന്തേന്ന് വെറുതെ അടിച്ചാ പോരാ, കൊടുക്കണം. അതാണ് അവിടെ ശരിക്കും കൊണ്ടോ കേട്ടോ. ഞാൻ എക്സാം കഴിഞ്ഞിട്ട് തിരിച്ചുകൊണ്ടിരുന്നുള്ളൂ. ഞാൻ എന്നാല് ഒന്ന് കട്ട് ചെയ്തിട്ട് മൂത്തുമാക്ക് വിളിക്കട്ടെ. ഞാൻ വരുന്നുണ്ട് കേട്ടോ. ഞാന് പിന്നെ 2-3 ആൾക്കാരുണ്ട്. എന്താ വെച്ചാല് എന്താണ് അവിടെ ഉണ്ടാവില്ലേ? ഒരു വീഡിയോ എടുക്കുന്നുണ്ട് ഞാൻ. തട്ടോ. ഫുഡ് കഴിക്കില്ല. ഫുഡ് ഇപ്പുറത്ത് എൻ്റെ വീട്ടിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടേ. അപ്പം ഞാനിവിടെ മിജുവിനെ എടുക്കാൻ വന്നപ്പോൾ ഒന്നാണ്ട് കയറാന്ന് വിചാരിച്ചു. ഈച്ചൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഈച്ചു നിങ്ങളെ കണ്ടിട്ടില്ല. അപ്പം അങ്ങനെയാണ്ട് ഇറങ്ങിയതാ. ഓക്കെ അതായിരുന്നു. ഇവിടെ എത്തി.
ഓക്കെ. റസൽ ആരല്ലേ? റസല റിസ് ആരല്ലേ? സ്കൂളിൽ പോയിക്കല്ലേ? എന്നാൽ അപ്പം ആണ്ട് വരാം. ഓക്കെ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ അടുത്തതായി സർപ്രൈസ് ചെയ്യാൻ പോണത് എന്താണ്, മാമാൻ്റെ അനിയത്തി, അയ്യോ മാമാൻ്റെ ഏട്ടത്തി. ആ കൺഫ്യൂഷൻ ആയല്ലോ. യെസ്, ടെൻഷനാവാൻ തുടങ്ങി. അപ്പോൾ അതായത് സീനുത്തുമ്മാൻ്റെ ഇവിടെയാണ് കാണുന്നത്. മൂത്തുമ്മ, ഇച്ചോ വരി. എവിടെയാണ് മൂത്തുമ്മ? എന്താണ് വിശേഷം? നമ്മളാരെ കൊടുന്നുള്ള ഈച്ചു? വിശേഷം? നല്ല വിശേഷം. ഇജുവിനെ സ്കൂളിൽ കയറ്റി നമ്മൾക്ക് വേറെ സർപ്രൈസ് കൂടി കൊടുത്തിട്ടുണ്ട്. പറ്റുമോ? വരി വരി. അമ്മനെ നമ്മളോട് കൊടുന്നു ദുബായിന്ന്. അകത്തേക്കിരിക്കാം. ഹാപ്പി അല്ലേ? ഹാപ്പി അല്ലേ മുത്തുമ്മ? റസലൊക്കെ അറിഞ്ഞിട്ടില്ല. സെറ്റായില്ലേ? ഇതാണ് നമ്മൾ കൊടുന്നു. മാമ ഇസ് ബാക്ക്. ഇനി ഫുള്ള് നാട്ടില്. ഇരിക്കി, നിങ്ങൾ ഇരിക്കി. ഒന്നും കുടിക്കാൻ വേണ്ട കേട്ടോ, നമ്മൾ പോവാ. ഭക്ഷണം അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് വീട്ടില്. ആ അല്ല, വിയത്തിലല്ല, എൻ്റെ വീട്ടില്. ആ അപ്പൊ ഇല്ല, വേണ്ട. അവനെ 2 കിളിയെ പോയിട്ടുള്ള ഒരുമിച്ച്. PS5 മാമനും. ഏതാ വെള്ളിയാഴ്ച വരും പറഞ്ഞത് ശരി തന്നെ. മാമന്റെ ഒരു ക്ലൂ കിട്ടി. ശൈലൽ മാമന്റെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട് പറഞ്ഞു വെള്ളിയാഴ്ച, ശൈലൽ മാമ. അപ്പൊ ഉമ്മ ഇങ്ങോട്ട് പോവുകയും ചെയ്തു. ഉമ്മ ഇവിടെ ആ ഇവിടെ ഇരുന്നു. ഓ ഇപ്പൊ ചെറിയ ഡൗട്ട് വേണ്ടി ശൈലൽ മാമ ഒന്ന് ഇറക്കിയതാണ്. ചെറിയൊരു ലിങ്ക് കിട്ടി. പക്ഷെ നേരിട്ട് കണ്ടപ്പോ എനിക്കൊക്കെ സർപ്രൈസ് കൊടുക്കിണ്ടായിരുന്നു. ആ ഞാൻ പറഞ്ഞ ഞായറാഴ്ച പറഞ്ഞു പോകുന്നുണ്ടായി കഴിഞ്ഞിട്ട് വരാൻ പറ്റുള്ളൂ. അങ്ങനെ എന്റെ വെഡിങ് ആനിവേഴ്സറി 21 എന്ന് പറഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞിട്ട് കൂടിയിട്ടേ നീ വരുള്ളൂ. അങ്ങനെ സർപ്രൈസ് പറഞ്ഞ പനിയാവോന്ന്. ഈച്ച കൊടുന്നോണ്ടല്ലേ? ആ ഈച്ചുണ്ട്, ഇവരൊക്കെ ഉണ്ട് പറഞ്ഞിട്ടില്ലേ. പിന്നെ പുതിയ വണ്ടി വരുന്നേ വേറെ ആർക്കും അറിയില്ലല്ലോ. കല്യാണത്തിന് ഹർഷാബാത്തുന്റെ കല്യാണത്തിന് പളസിക്ക് വരുമ്പോ വന്നിട്ടുണ്ടായിരുന്നു. ആ അന്നെന്താ വെച്ചാൽ എല്ലാവരും തിരക്കിൽ ഓടേന്. കാരണം കൊച്ചിയിലൊരു കല്യാണം ഉണ്ടായിരുന്നു ദീതുവിന്റെ. അപ്പൊ കല്യാണം കൂടി ചോറ് കഴിച്ച് പാടെ തന്നെ പോയി എല്ലാവരും. അതാണ് അവിടെ എവിടെയും കയറാൻ പറ്റാണ്ടിരിക്കും. അങ്ങനെ അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. ഇവരൊന്ന് സംസാരിക്കട്ടെ, എല്ലാവരും ഹാപ്പി ആവട്ടെ. ഇതെന്താ പ്ലാന്? ഓ നടക്കാം. അപ്പോൾ ഇതുള്ളിൽ കയറിക്കോ. അപ്പം നമ്മൾ ഓൾറെഡി സർപ്രൈസ് ആക്കിയതാണ്. എന്നിട്ട് മിജുവിനെ കൊണ്ട് ചെയ്യിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഒന്നുകൂടി സർപ്രൈസ് ആക്കുവാനെ പറ്റിച്ചതാ. എന്താ ചെയ്യാക്ക?
എന്തപ്പം ഉണ്ടായി? എന്താണ് പ്ലാൻ പറ? സർപ്രൈസ് ഉണ്ട്. എന്താ സർപ്രൈസ് ഒക്കെ ഉണ്ട്. എന്നാലും ഒരു ഗസ് ചെയ്യും. ബ്ലൈൻഡ് ഫോൾഡ് കണ്ണുകൂട്ട. കണ്ണൂട്ടണ്ട, പറഞ്ഞാ മതി. സർപ്രൈസ് ഉണ്ട്. പക്ഷെ സംഭവം അങ്ങോട്ട് പോവാ. അല്ല എന്റെ മുഖം മാറിയില്ലല്ലോ. സംഭവം എന്താ? സംഭവം നോക്കണ ഇത്ര ഉള്ളത്. ഓൾറെഡി സർപ്രൈസ് ആക്കിയതാ. നേരത്തെ പറഞ്ഞു ചെയ്യും. എന്നിട്ട് ഇത്ര നേരം ഓരോന്ന് പറഞ്ഞല്ലോ. ഇത് സൽമാന്റെ ഐഡിയ. ഞാനീ പറഞ്ഞു. പിന്നെ മറന്നു വെച്ചാല് ഓനെ ഷോക്കായിട്ട് അവിടുത്തെ കിളി പോയിക്കണ കുട്ടിയുടെ ഇല്ലേ? നമ്മുടെ കുട്ടിയാണ്. ഗെയിം കളിക്കട്ടെ. അപ്പോൾ ഈ ഒരു ചെറിയ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. ഇത് എത്രത്തോളം ലെങ്ത് ഉണ്ടെന്ന് എനിക്കറിയില്ല, എന്നാൽ പോലും ഈ ഒരു വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. ഇത് ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്നെ സംബന്ധിച്ച് ഇറ്റ്സ് വെരി ക്ലോസ് ടു മൈ ഹാർട്ട്. അപ്പോൾ എല്ലാവർക്കും എന്നെ പോലെ ഞങ്ങളെല്ലാവരും ഹാപ്പിയാണ്, നിങ്ങളും അതേപോലെ ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇപ്പോൾ കലഫ് ഇത് കാണുന്നുണ്ടെങ്കിൽ ഈ കലഫ് കാരണമാണ് ഒരു ഞങ്ങളെ പോലത്തെ ഒരു ചെറിയ കുടുംബത്തിൽ വലിയ ചിരി പടർത്താൻ പറ്റി കലഫുവിന്. അപ്പോൾ താങ്ക് യു കലഫു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് കലഫു ഇല്ലായിരുന്നെങ്കിൽ നടക്കുമായിരുന്നു, പക്ഷേ കുറേ ടൈം എടുത്ത് നടക്കുന്ന സാധനം കലഫു കാരണം ഭയങ്കര ചെറിയൊരു സമയം കൊണ്ട് നടന്നു ലാസ്റ്റ്. അപ്പോൾ ഇനി നമുക്ക് മാമാടെ കൂടി ചോദിച്ചു നോക്കാം. മാമാ ഓണായോ? അപ്പം മാമാൻ ഹാപ്പി അല്ലേ? താങ്ക് യു സോ മച്ച്. അത് ഞാനല്ല, ഇങ്ങോട്ട് താങ്ക് യു പറഞ്ഞല്ലേ, നമ്മളിതൊക്കെ ഏൽപ്പിക്കാന്നുള്ളൂ. ബാക്കി ചെയ്യേണ്ടത് എന്താണ് അവരും പടച്ചോൻ്റെ ഇതുമാണ്. തീർച്ചയായിട്ടും എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ടല്ലോ ദാസ. സമയം വന്നു ദാസ. യെസ്, ഹാപ്പി അല്ലേ? താങ്ക് യു. എല്ലാവരെയും കണ്ടപ്പോൾ അതിപ്പോൾ ഇന്നെക്കാട്ടും കൂടുതൽ നിങ്ങൾക്ക് അറിയണല്ലോ എക്സ്പ്രസ് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. അത് അനുഭവിച്ച് അറിയാനാണ്. അയ്യോ അനുഭവിക്കരുത്, അങ്ങനെ ഞാൻ ആരും അനുഭവിക്കാണ്ടിരിക്കട്ടെ. അത് വേറെ വശം. ആരും അനുഭവിക്കാൻ ഞാൻ എന്താണ് നോട്ട് ഈസി. 7 years is not easy. അയ്യോ യെസ്. അപ്പം നമ്മളെ ഈ ഒരു ചെറിയ വ്ളോഗ് അവസാനിക്കുകയാണ്. ഈ കാണുന്ന ഇതുവരെ എത്തി നിൽക്കാനുള്ള എഫേർട്ട് എടുത്ത എല്ലാവർക്കും താങ്ക് യു. സ്പെഷ്യലി കുറേ ആൾക്കാരുണ്ട്. ഇതൊന്നും എൻ്റെ ഭാഗം. എൻ്റെ ഉപ്പ, എൻ്റെ കലഫു, സാദ്, സെയ്ദ്, ഹനാന്, ഇതെല്ലാം കണക്റ്റഡ് ആണ്. ലോട്ട് ഓഫ് സ്ട്രഗിൾസ്, 7 years എല്ലാം ഇപ്പോൾ ഓവർ. അപ്പോൾ നമ്മൾ വ്ളോഗ് അതിൻ്റെ പേയാണ്. അതിന് മുമ്പ് റിച്ചു ആയോ? റിച്ചുവിൻ്റെ ചാനൽ 10K ആയിരിക്കുകയാണ്. റിച്ചു എന്താണ് വളരെയധികം കഷ്ടപ്പെട്ട് എന്താണ് വ്ളോഗൊക്കെ ചെയ്ത് ഒരു ശീലമില്ലാത്ത ആളാണ്. അപ്പോൾ എല്ലാവരും പറഞ്ഞു പോലും ഭയങ്കര എഫേർട്ട് ഇട്ട് വളർന്നു വന്നൊരു ക്രിയേറ്ററാണ്. അപ്പോൾ 10K ആയി. അപ്പോൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അതേപോലെ തന്നെ റിച്ചുവിന് ഇൻസ്റ്റയിൽ ഒരു പേജ് ഉണ്ട്, വീഡിയോ ഒക്കെ എടുക്കുന്ന കാറിൻ്റെ പേജുകളൊക്കെ കാണിച്ച പേജ് കാണിച്ചേ. അപ്പോൾ ഇതാണ് റിച്ചുവിൻ്റെ പേജ്, കാറിൻ്റെ കാണുന്നുണ്ടെങ്കിൽ ഇതിൽ എൻ്റെ ഫേസിൻ്റെ അടുത്ത് കാണിക്കാം. പോയിട്ടില്ലേ? പോയിട്ടുണ്ടോ? ഇതാണ് റിച്ചുവിൻ്റെ പേജ്, ZX ഗ്രഫി എന്ന് പറഞ്ഞിട്ടുള്ള പേജ്. അപ്പോൾ റിച്ചു വർക്ക് എടുക്കണതാണ് ഈ കാണുന്നൊക്കെ കാറിൻ്റെ ഒക്കെ. ഇതൊക്കെ കൊടുത്ത ഫോട്ടോസാണ് ഫോണിൽ. അപ്പോൾ കാറ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും വർക്കൊക്കെ ഉണ്ടെങ്കിൽ റിച്ചുവിനെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ചെക്കൻ എല്ലാ ടൈപ്പും എടുക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് വളർന്നു വരുന്നൊരു ക്രിയേറ്ററാണ്, വളർന്നു വരുന്നൊരു വീഡിയോഗ്രാഫറാണ്. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിക്ക് ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന. അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ബന്ധപ്പെടാൻ. അപ്പോൾ പേജ് ഞാൻ കാണിച്ചില്ല, അപ്പോൾ സപ്പോർട്ട് ചെയ്യാം. യെസ്. സോ നമ്മുടെ ഈ ഒരു ചെറിയ വ്ളോഗ് അവസാനിക്കുകയാണ്.
എന്താ ഉമ്മാൻ്റെ ഇൻസ്റ്റാഗ്രാം 26 ആയി. തള്ള വൈബ്. അതില് ലാലിന്റെ ഫോട്ടോ ഉണ്ടല്ലോ, ആ എന്താണ് ക്രിക്കറ്റ് കളി പോയിട്ട് നാഷണൽ ആന്തത്തിന്റെ പാട്ട് വെച്ചിട്ട് കണ്ടോ? ഇല്ല, ഏതാ? പഴയതാ. യൂട്യൂബ് തുടങ്ങാനല്ലേ? ഞാൻ പറഞ്ഞല്ലേ മാഡ അന്ന്. യെസ്, ഇൻഷാല്ലാ. അപ്പോൾ കുടുംബം ഒന്നാകെ നമ്മളെ പണ്ടത്തെ ഫ്ലെക്സ് ആണ് കണ്ടത്, അർജന്റീനയുടെ ഫ്ലെക്സ്. അപ്പോൾ വ്ളോഗ് കാണാത്തവരെന്തായാലും പോയി കാണാം. അപ്പോൾ ഇതിലിനി ബാക്കി അർജന്റീനക്കാർ മാത്രമേ ഉള്ളൂ. ബ്രസീലുകാർ പോയി, പോർച്ചുഗലുകാർ പോയി. ഇനി വൺ ആൻഡ് ഓൺലി അർജന്റീന ഈസ് ബാക്കി. അർജന്റീന സ്പെയിനാണ് കളി. ലെറ്റ്സ് സീ എന്താവും ഏതാവും എന്നൊക്കെ. അപ്പോൾ അർജന്റീന തോക്കുന്നോ? തൂക്കും. അതൊക്കെ നല്ല കളിയാണ് അർജന്റീന കളിച്ച്. ലാസ്റ്റ് കളിയിലാണ് അർജന്റീനനെ നമ്മളൊരു അർജന്റീന ഫാനാക്കി മാറ്റിയത്. പീക്ക് മെസ്സിസം. അപ്പോൾ നമ്മൾ വ്ളോഗ് അവസാനിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. ബൈ.